ഹലോ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേരയ്ക്ക ഞാൻ വേഗം തന്നെ കട്ട് ചെയ്തു. ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ, എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ മോളെ ഇതിലാണ്. ഇത് എൻ്റെ മോനും എൻ്റെ മോളും ആണ് കേട്ടോ. അതവിടെ അമ്മ. അപ്പോൾ ഞാൻ ഈ പേരയ്ക്ക കഴിക്കാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അവരൊക്കെ അത്യാവശ്യം മതിയാവോളമൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേരയ്ക്ക കഴിക്കുന്നതാണ്. 2 ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ അതേ അയലമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നന്നാക്കി തന്നു. അമ്മ തന്നെ ഇരുമ്പുളിയും തുറക്കി തന്നു. അപ്പോൾ അതൊക്കെ വേഗം കറി വയ്ക്കണം, വറക്കണം. അപ്പോൾ ഞാൻ റൂമിൽ പോയി കിടക്കവരി മാറ്റാനുള്ള പരിപാടിയിലാണ്. ഒരാഴ്ചയായി കിടക്കവരി മാറ്റിയിട്ട് അപ്പോൾ ഇത് ക്ലീൻ ആക്കണം. അപ്പോൾ ഇത് ക്ലീനാക്കി ഈ ഒരു വിരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടികൾ പിള്ളേരുടെയാണ് കേട്ടോ. തുണികളൊക്കെ നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഞാനും സാൻഡമോളും കൂടി കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു മരുന്ന് കുപ്പികളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് സെറ്റാക്കണം. നമ്മൾ സമയം പോലെ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പിള്ളേർ ഡാൻസ് നടന്നുകൊണ്ടിരിക്കണം. പിള്ളേർ കളികൾ. സെഫാങ്കോട്ടൻ ചെണ്ടക്കാരൻ തന്നെയാണ് നമ്മുടെ വീട്ടിലെ. അവൻ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണം. സാൻഡയ്ക്ക് ഡാൻസുമാണ് മെയിനായിട്ട്. അവൾ ടി വി കണ്ടോളും, അവനും ടി വി കണ്ടോളും. അങ്ങനെയൊക്കെ പിള്ളേർ അപ്പോൾ ഹാപ്പി ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തുന്നത് കേട്ടോ. അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ചോറ് തിളപ്പിക്കാനായിട്ട് വെക്കാൻ പോകണം. ചോറ് തിളപ്പിക്കാനായിട്ട് വെക്കാൻ വേഗം തന്നെ പാത്രമൊക്കെ കഴുകി ചോറ് അടുപ്പത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. ഇന്ന് നമ്മുടെ വീട്ടിൽ ചോറ് തിളപ്പിക്കട്ടോ. നമ്മൾ വൈകുന്നേരമായ ഈ ഒരു പരിപാടിയുണ്ട്. രാവിലെ നമ്മൾ അരി കലത്തിൽ വയ്ക്കും, കലത്തിൽ വരെ കടുപ്പിൽ വയ്ക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചോറ് തിളപ്പിക്കും. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാർ ഇപ്പോഴത്തെ തുണികൾ രാവിലെ അലക്കിയിട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് കുറച്ച് പുതപ്പ് പിരിയൊക്കെ അലക്കാനുണ്ട്. അതൊക്കെ വേഗം തന്നെ അലക്കിയിട്ടും ആളെ ഡ്രസ്സൊക്കെ അലക്കാണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ ചോറ് തിളച്ച് കഴിഞ്ഞപ്പോൾ അത് ഊറ്റിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. ഊറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞ് നമുക്ക് തുണി മടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ തുണികളൊക്കെ ചടപടി എന്ന് പറഞ്ഞ് മടക്കി വയ്ക്കാനുണ്ടോ. കുട്ടികളുടെ ഡ്രസ്സൊക്കെയാണ് കൂടുതലുണ്ടാവുക. സെഫാങ്കോട്ടൻ മൂത്രമൊക്കെ കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി സമാധാനമാണ്. അപ്പോൾ അവൻ്റെ 1-2 ട്രൗസറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാൻ. സാനിറ്റൈസർമാരും കൂടി അവിടെ ടി വി കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ച് നേരം ടി വി കാണും. പിന്നെ അവർ കുറച്ച് നേരം കളിക്കും. വൈകുന്നേരം ടി വി കണ്ട് കുത്തിരിക്കുന്നില്ല. അങ്ങോട്ട് കിടക്ക് നടക്കും. അങ്ങനെ കുറച്ച് നേരം അവർ ഇടി കൂടും. അങ്ങനെയൊക്കെയാണ് പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ. ഫയലിൽ ഞാൻ തുണികളൊക്കെ മടക്കി വെച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ഇതൊരു വീണ്ടും കാണാം.